നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. കേരളം ഒറ്റക്കെട്ടായി എതിർത്തിട്ടും നടപ്പിലാക്കിയേ മതിയാവൂ എന്ന നിർബന്ധ ബുദ്ധിയിൽ SIR നടപ്പിലാക്കാൻ പോകുന്നു. നാളെ മുതൽ സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പരിപാടിയാണ് SIR. എന്തുകൊണ്ട് SIR കേരളത്തിൽ എതിർക്കപ്പെടുന്നു? എന്തുകൊണ്ട് ജനം ആശങ്കയോടെ അതിനെ നോക്കിക്കാണുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒറ്റ ഉത്തരം ബീഹാറാണ്. ബീഹാറിൽ സാധ്യമല്ലാത്ത സമയത്ത് തിടുക്കപ്പെട്ട് നടപ്പിലാക്കിയ SIR 65 ലക്ഷത്തോളം ആളുകളെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തേക്കെറിഞ്ഞത്. അവരിൽ പലർക്കും മനസ്സിലായി പോലുമില്ല എന്താണ് നടക്കുന്നത് എന്നത്. മരിച്ചു എന്ന പേരിൽ പോലും നൂറുകണക്കിന് ആളുകളെ പുറത്താക്കിയതിൻ്റെ വേദനയുമായി കോടതിയിലെത്തിയ പേർ എത്ര പേരാണെന്ന് നാം കണ്ടു. SIRന്റെ നിയമങ്ങളും SIRലെ ചട്ടങ്ങളും SIRന് ആവശ്യപ്പെടുന്ന പ്രൂഫുമെല്ലാം പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കുന്നതിന് സമാനമാണ് എന്ന ആക്ഷേപം ഒരു വശത്ത് നിൽക്കുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടത്തിൽ കേരളത്തെ ഒഴിവാക്കി തരണമെന്ന നമ്മുടെ ഒറ്റക്കെട്ടായ ആവശ്യം പരിഗണിച്ചതേയില്ല. പക്ഷേ ഇളവ് കിട്ടിയ സംസ്ഥാനങ്ങൾ വേറെ ഉണ്ട് താനും. തിടുക്കപ്പെട്ട SIR നടപ്പിലാക്കാൻ വരുന്നു ബീഹാറിന് ശേഷം കേരളത്തിലേക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്തുകൊണ്ടാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട കക്ഷികൾ അതിനെ ഒറ്റക്കെട്ടായി എതിർക്കുന്നത്? എന്താണ് നാം അതിൽ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ അതിൽ ഭയപ്പെടുന്ന അപകടങ്ങൾ? ഈ വിഷയം സംസാരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. എന്നോടൊപ്പം ഈ ചർച്ചയിൽ സമ്പത്ത്, CPIM നേതാവ്, ഷാഫി ചാലിയം, മുസ്ലിം ലീഗ് നേതാവ്, ഷാബു പ്രസാദ്, വലതു നിരീക്ഷകൻ എന്നിവരാണ് ഉള്ളത്. ആദ്യം സമ്പത്ത്, ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യവും സുഗമവുമാക്കാൻ, അത് കൂടുതൽ വിശ്വാസയോഗ്യമാക്കാൻ പട്ടിക പരിഷ്കരിക്കുക എന്നത് ഒരു സാധാരണ പ്രോസസ്സാണല്ലോ, ലോകത്തെവിടെയും വേണ്ടതുമാണ്. അതാണ് നമ്മൾ നടപ്പിലാക്കുന്ന ഈ ഇൻറ്റൻസീവ് റിവിഷൻ. അതിനോട് ഒരു നിലയ്ക്കും യോജിക്കാൻ കഴിയില്ല എന്ന നിലയെടുക്കുന്നത് എന്തുകൊണ്ടാണ്? നോക്കൂ, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഇന്ത്യയുടെ ഭരണഘടനയുടെ ഭാഗം 15, ആ പാർട്ട് 15 നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതിൻ്റെ അധികാരങ്ങളും ഉത്തരവാദിത്വങ്ങൾ, ചുമതലകൾ, പരിമിതികൾ, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത്. ഞാൻ ഒത്തിരി സമയമൊന്നും എടുക്കുന്നില്ല. ഇതിനെ സംബന്ധിച്ച് നമ്മുടെ പ്രേക്ഷകർ ഇപ്പോൾ ഈ സമീപകാലത്തായി നമ്മുടെ സാധാരണ ജനങ്ങൾ പോലും ഭരണഘടന സംബന്ധിച്ച കാര്യങ്ങൾ പഠിക്കാനും അറിയാനും താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു സമയത്താണ്. ഈ ആർട്ടിക്കിൾ 324, അനുച്ഛേദം 324 മുതൽ അനുച്ഛേദം 329, ആർട്ടിക്കിൾ 329 വരെയാണ് തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചും പറയുന്നത്. താങ്കളുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഭരണഘടന തന്നെ ഞാൻ എടുക്കാനുണ്ടായ കാര്യം, ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാ ലംഘനമാണ് നടത്തുന്നത് എന്നുള്ള ഒരു പ്രസക്തമായ ചോദ്യം സുപ്രീം കോടതിയിൽ നിലവിലിരിക്കുകയാണ്. അത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇപ്പോൾ വിധിന്യായം നാളിതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല. ബീഹാറിലെ 1ാം ഘട്ടത്തെ SIRുമായി ബന്ധപ്പെട്ടുള്ള ചില വിമർശനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങളൊക്കെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നുണ്ടായി. അവിടെ പലതിനും മറുപടി പോലും പറയാൻ കഴിയാതെയാണ് നമ്മുടെ ഒരു ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറ്റൊരു ഭരണഘടനാ സ്ഥാപനമായ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അധികാരങ്ങൾ ഉള്ളതായിട്ടുള്ള ഇന്ത്യയിലെ ഈ അപ്പെക്സ് കോടതി മുമ്പാകെ, പരമോന്നത നീതിന്യായ പീഠത്തിന് മുമ്പാകെ നിന്നത്. ഇവിടെ ഇന്ത്യയുടെ ഭരണഘടനയുടെ പാർട്ട് 2 എന്നത്, ഭാഗം 2 എന്നുള്ളത് പൗരത്വത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. ഈ പൗരത്വത്തെ സംബന്ധിച്ച് പറയുന്ന കാര്യത്തിൽ പാർട്ട് 2 ഒരിടത്തും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്നില്ല. എന്താ ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ SIR ആരാണ് എന്നുള്ളൊരു ചോദ്യം പ്രസക്തമായി ഇവിടെ വരികയാണ്. ഇപ്പൊ എന്നോട് ചോദിച്ച ഈ ഒരു കാര്യം, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ, ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ ഇത് നടപ്പാക്കുന്നത് സംബന്ധിച്ചുള്ളതിലുള്ള വിയോജനക്കുറിപ്പ് പറയുകയുണ്ടായി. നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്നാണല്ലോ, തദ്ദേശ സ്വയംഭരണ സർക്കാരുകൾ തന്നെയാണവ. കാരണം അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുമ്പ് VK നായനാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ, പാലോളി മുഹമ്മദ് കുട്ടി വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ തന്നെ 40% വിഹിതം അതിന്റെ ബഡ്ജറ്റിൽ അത്തരത്തിൽ ചെലവഴിച്ചിരുന്നത് അധികാരത്തോടൊപ്പം വിഭവങ്ങളും അങ്ങനെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറി ഭരണഘടനാ ഭേദഗതിയോടുകൂടി തന്നെ ഇത് സർക്കാരുകൾ എന്നുള്ള നിലയിലേക്ക് എത്തി. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ നിരവധി ആശങ്കകളാണുള്ളത്. വ്യത്യസ്ത കോണുകളിൽ നിന്ന് നിരവധി ആശങ്കകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ ആശങ്ക ഞാനിപ്പോൾ ഇവിടെ പങ്കുവയ്ക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് വോട്ടർ പട്ടികയാണ് പരിഷ്കരിക്കേണ്ടതെന്ന്? ഷാദേ, ഏത് വോട്ടർ പട്ടികയാണ് പരിഷ്കരിക്കേണ്ടത്?
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഷ്കരിക്കേണ്ടതായ വോട്ടർ പട്ടിക എന്നുള്ളത് 2024 18 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി 2023 ആണ്ടിൽ തയ്യാറാക്കി അത്തരത്തിൽ അതിന്റെ അന്തിമ വോട്ടർ പട്ടികയുടെ മേലാണ് പരിഷ്കരണം നടത്തേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ 1950 റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് എന്ന ജനപ്രാതിനിധ്യ നിയമവും 1960 നിലവിൽ വന്നിട്ടുള്ള റൂൾസ് ചട്ടങ്ങൾ അനുസരിച്ചും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ടത് അങ്ങനെയാണ്. അതിന്റെ നഗ്നമായ ലംഘനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിരിക്കുന്നു എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ തന്നെ ഇക്കാര്യത്തെ സംബന്ധിച്ച് ഒരാഴ്ചക്ക് മുമ്പ് പ്രസ്താവനയും പുറപ്പെടുവിക്കുകയുണ്ടായി. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ, ചീഫ് ഇലക്ടറൽ ഓഫീസർ തന്നെ, ഇവിടെ ഈ LSTD തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് ഈ എന്യൂമറേറ്റർമാരുടേതായിട്ടുള്ള പരിശീലനം എങ്ങനെ അത് തുടങ്ങിയപ്പോൾ ഇന്നേ ദിവസമാണ് അത് തീരേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് സ്ലിപ്പുകൾ അത്തരത്തിലുള്ളത് ഫോറങ്ങൾ അത് ഭവനങ്ങളിലെല്ലാം ചെന്ന് വിതരണം ചെയ്യേണ്ടത്, ഇങ്ങനെയെല്ലാം കുറേ ഒരു ഷെഡ്യൂൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ പങ്കെടുക്കുന്നതായിട്ടുള്ള പ്രത്യേകിച്ചും ത്രിതല ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ എന്നുള്ളത് ആ തെരഞ്ഞെടുപ്പ് വേളയിൽ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സമ്മതിദായകർ പങ്കെടുക്കുക, വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ള ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാവരെയും അത്തരത്തിൽ ഈ പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ പ്രാരംഭ നടപടി എന്നുള്ളത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കലാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെല്ലാം നമ്മൾ കേട്ടിട്ടുള്ള മുദ്രാവാക്യം എന്താണ്? ഇന്ത്യ ഗവൺമെന്റിന്റെ മുദ്രാവാക്യം നമ്മളെല്ലാം വില്ലേജ് ഓഫീസിലും അങ്ങനെ സർക്കാർ ഓഫീസുകളിലും പലയിടങ്ങളിലും ഒക്കെ ഇത് കണ്ടതും ഇങ്ങനെ ഈ നമ്മുടെ ടെലിവിഷനുകളിലും ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലെല്ലാം വന്നതും പോസ്റ്ററുകളുമെല്ലാം വോട്ടവകാശം എൻ്റെ അവകാശം, നിർബന്ധമായി ഞാൻ വോട്ട് രേഖപ്പെടുത്തും, ഏറ്റവും പരമപ്രധാനമാണ് എൻ്റെ വോട്ട്. ഇപ്പോൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുകയും അത്തരത്തിൽ ആ വോട്ടർമാരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടിയുള്ള അവസരവും അത്തരം കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്യുന്നതിന് പകരം വെട്ടിമാറ്റുകയാണ്. നിങ്ങൾക്ക് വോട്ടില്ല, നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തണ്ട എന്നുള്ളത് 2002, 2003 വോട്ടർ പട്ടിക വെച്ചുകൊണ്ടാണ് ഇവിടെ കാര്യങ്ങൾ ചോദിക്കുന്നത്. ഞാൻ മറ്റ് ചങ്ങാതിമാരും കൂടി വർത്തമാനം പറഞ്ഞതിന് ശേഷം അടുത്ത റൗണ്ടിൽ പറയാം. ഈ പറഞ്ഞിട്ടുള്ള പല രേഖകളും 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ഒരാള് അവരുടെ മാതാവിന്റെ പിതാവിന്റെ ജനന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഹാജരാക്കണം എന്ന് പറയുന്ന നിലയിലേക്ക് വരുമ്പോൾ കൊണ്ടെത്തിക്കുന്നത് എവിടെയെന്നറിയാമോ? കൃത്യമായ ഒരു അജണ്ട BJPക്കുണ്ട്. അത് പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അത് സിറ്റിസൺസ് അമെൻഡ്മെന്റ് ആക്ടുമായി ബന്ധപ്പെട്ട വിഷയമാണ്, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട വിഷയമാണ്, നാഷണൽ സിറ്റിസൺസ് രജിസ്റ്ററുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇവിടെ നിന്ന് കൊണ്ടെത്തിക്കേണ്ടത് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള അവരുടെ മറ്റൊരു ലക്ഷ്യത്തിലേക്കാണ്. ഇതെല്ലാം പരസ്പരം ബന്ധിപ്പിച്ച് കിടക്കുകയാണ്. ഇക്കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി എന്നുള്ളത് അച്ഛൻ പത്തായത്തിലുമില്ല എന്നുള്ള നിലയിലേക്കാണ്. ഇവിടെ രാഷ്ട്രീയ കക്ഷികളാണല്ലോ ഇതിലെ പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ ഇത് സംബന്ധിച്ച് നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. ശ്രീ അശോക് ലവാസ മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞതിന്റെ ഒന്നാം ഘട്ടത്തിൽ ബീഹാറിൽ നടത്തിയത് തന്നെ ഇറ്റ് വാസ് അബ്രപ്റ്റ്, അഗ്രസീവ് ആൻഡ് അംബിഷ്യസ്, ഇറ്റ് വാസ് അവോയ്ഡബിൾ എന്നുള്ളതാണ്. ഇവിടെ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇവിടെ ഇത്തരത്തിൽ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ്, തൂത്തെറിയുക എന്നുള്ളതാണ്, ഭവനങ്ങൾ ബുൾഡോസ് ചെയ്ത് നിരത്തിക്കളയുക എന്നുള്ളത് പോലെ വോട്ടർമാരെ തന്നെ ആ വിധത്തിൽ ബുൾഡോസ് ചെയ്തങ്ങ് കളയുക. ഞങ്ങൾക്ക് സൗകര്യപ്രദമായ നിലയിലുള്ള ഒരു വോട്ടർ പട്ടിക, ആ വോട്ടർ പട്ടിക വരിക എന്നുള്ളതാണ്. അറിയാമല്ലോ, ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പിൻ്റെതായിട്ടുള്ള റിപ്പോർട്ട് ഉണ്ടാക്കാനായി ഏൽപ്പിച്ചത് പാവം പഴയ രാഷ്ട്രപതിയാണ് ശ്രീ രാംനാഥ് കോവിന്ദിനെ. എന്താണോ എഴുതി കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒപ്പിടുന്നതായിട്ടുള്ള ഏറ്റവും അനുസരണയുള്ള ഒരു മനുഷ്യൻ എന്ന് മാത്രമേ അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളൂ. അതുപോലെ ഇപ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ B ടീമായി പെരുമാറിക്കൊണ്ടേയിരിക്കുന്നു എന്നതാണ് പറയേണ്ടത്. ശരി, ഞാനൊന്ന് പറയാം. ഷാബു പ്രസാദ്, കേരളത്തിലും ഇത് നടപ്പിലാക്കിയേ പറ്റൂ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ന പ്രശ്നം ഒന്ന്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലാണ് മുഴുവൻ സംവിധാനവും, മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും അതിന്റെ ഏറ്റവും ലോക്കൽ തലത്തിൽ മുതൽ. അതുകൊണ്ട് ഈ പ്രക്രിയ പൂർണ്ണതോതിൽ നടപ്പിലാക്കുന്നതിനും ഫലപ്രദമാക്കുന്നതിനും പ്രശ്നമുണ്ട്. സമയം വേണമെന്ന് ആവശ്യപ്പെടുന്നു, അത് പരിഗണിക്കുന്നില്ല. 2002 പട്ടിക എന്ന വിചിത്ര ന്യായം മുന്നോട്ട് വെക്കുന്നു. 50 ലക്ഷത്തിലധികം ആളുകൾ വീണ്ടും വോട്ട് ചേർക്കേണ്ട നില ഉണ്ടാവുകയാണ്. പിന്നെ മറ്റൊന്ന്, പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ SIRഉം ഒപ്പം NRCയും ഒരേ ഘട്ടങ്ങളിലൂടെ, പരിശോധനാ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. അത്രയും മാച്ചിങ് ആണ് അതിൻ്റെ പ്രോസസ്സെല്ലാം.
അപ്പം 3 പ്രധാനപ്പെട്ട ആശങ്കകൾ രേഖപ്പെടുത്തുകയാണ് ഇവിടെ. കേരളത്തിലെ എല്ലാ കക്ഷികളും കൂടി ഒരുമിച്ച്, പ്രധാന കക്ഷികളെല്ലാം ഒരുമിച്ച് എതിർക്കുന്നു, നിയമസഭ പ്രമേയം കൊണ്ടുവരുന്നു. എന്നിട്ട് പക്ഷേ കമ്മീഷൻ ഇപ്പോൾ തന്നെ നടത്തണം, ബീഹാറിൽ പ്രളയകാലത്ത് നടത്തരുതേ എന്ന് എല്ലാവരും കൂടി പറഞ്ഞു. ഇല്ല, അപ്പോൾ തന്നെ നടത്തണം, ഷോർട്ട് നോട്ടീസിൽ നടത്തണം. ഇവിടെയും അങ്ങനെ തന്നെ. തമിഴ്നാട്ടിൽ അവർ ആവശ്യപ്പെടുന്ന അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞുകൊണ്ട് നടത്തിക്കോ, ഇത്രയും കാലം നിങ്ങൾ സമയമെടുത്തില്ലേ, ഇതിൻ്റെ ഒരു തലേന്ന് നടത്തണമെന്ന വാശി എന്തിനാണ്? ഇത് ആകപ്പാടെ സംശയാസ്പദമാണ് എന്നതാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഇതൊരു ജനാധിപത്യ രാജ്യം, ജനാധിപത്യ പ്രക്രിയയുമായി ബന്ധപ്പെട്ട നടപടി, ജനാധിപത്യ പ്രക്രിയ മൊത്തം റൺ ചെയ്യേണ്ട ഭരണഘടനാ സ്ഥാപനം, അവർ ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഒന്നും വിശ്വാസത്തിലെടുക്കില്ല എന്ന് പറയുന്നത് ജനാധിപത്യപരമാണോ? ഇവിടെ നമ്മുടെ വോട്ടർ പട്ടികയ്ക്കകത്തും വോട്ട് ചേർക്കുന്നതിൻ്റെ അകത്തും ഒക്കെ വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ വലിയ കോലാഹലം ഉണ്ടാക്കിയത് ആരൊക്കെയാണ്? നിങ്ങളടക്കമുള്ള മാധ്യമങ്ങളും സമ്പത്തിന്റെ പാർട്ടിയും ബഹുമാനപ്പെട്ട ഷാഫി ചാലിയത്തിന്റെ പാർട്ടിയും കോൺഗ്രസും ഇവരൊക്കെ തന്നെയാണ് ഇവിടുത്തെ വോട്ടർ പട്ടിക മുഴുവനും ഇലക്ഷൻ കമ്മീഷൻ കള്ളത്തരം കാണിച്ച് ഇവിടെ വോട്ടർ പട്ടികയൊക്കെ അട്ടിമറിച്ച് BJP അനർഹമായ വിജയത്തിലേക്ക് പോകുന്നു, അവർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നത്. വോട്ടർ പട്ടിക പ്രശ്നമാണ്, ശരിയാണ്, അത് ശുദ്ധീകരിക്കണ്ടേ, അത് കറക്റ്റ് ചെയ്യണ്ട എന്നാണോ നിങ്ങളുടെ നിലപാട്? അത് കറക്റ്റ് ചെയ്യും, എത്രയും പെട്ടെന്ന്, ഇന്നെങ്കിൽ ഇന്ന്, ആസ് സൂൺ ആസ് പോസിബിൾ ആ പ്രശ്നങ്ങളുള്ള വോട്ടർ പട്ടിക, നിങ്ങൾ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങളുള്ള ആ വോട്ടർ പട്ടിക കറക്റ്റ് ചെയ്യുക എന്ന പ്രോസസ്സ് എത്രയും പെട്ടെന്ന് നടക്കേണ്ടത് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമല്ലേ? അല്ല, അതിനിടയ്ക്ക് ഒറ്റ കാര്യം, അല്ല, വോട്ടർ പട്ടിക നിങ്ങൾ അല്ലെ ഈ കമ്മീഷൻ വോട്ടർ പട്ടിക പരിഷ്കരണ പരിപാടി പൂർത്തിയാക്കി കഴിയുമ്പോഴാണ് മല പോലെ പ്രശ്നങ്ങൾ അതിനകത്തുള്ളത്. ബീഹാറിലെ കണ്ടില്ലേ? അത് ആ മല പോലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ നിങ്ങളൊക്കെ ഇല്ല ഇവിടെ. നിങ്ങളൊക്കെ എന്ത് ചെയ്യാണ്? നമ്മൾ ചൂണ്ടിക്കാണിച്ചില്ല. ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ, ഞാൻ ഇടപെടുന്നു തോന്നല്ലേ. ഇപ്പൊ തൃശ്ശൂരിലെ വോട്ടർ പട്ടിക അവസാനത്തെ ഫൈനൽ ലിസ്റ്റ് വന്നു, ഇത് മൊത്തം കുഴപ്പമാണെന്നുള്ള പരാതി LDF കൊടുത്തു, KP രാജൻ തന്നെ കൊടുത്തത്. അപ്പോൾ അവിടുത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് വരണാധികാരി ജില്ലാ കളക്ടർ പറഞ്ഞത് ഇപ്പോൾ പട്ടികയിലുള്ള എല്ലാവരും വോട്ട് ചെയ്യട്ടെ എന്നാണ്. എന്ന് വെച്ചാൽ പരിശോധിക്കാൻ തയ്യാറായില്ല. എന്നിട്ടെന്താ സംഭവിച്ചത്? അപ്പോഴും നടപടി എടുത്തില്ല, പിന്നെയും എടുത്തില്ല. മാധ്യമങ്ങളിലും പാർട്ടികളിലും എല്ലാം പരാതികളായിട്ട് പിന്നെ വലിയ കോലാഹലം ഉണ്ടായല്ലോ ഇവിടെ ഇലക്ഷന് ശേഷം, അപ്പോഴും അന്വേഷിച്ചില്ല. അപ്പോൾ ഈ പറയുന്ന കറപ്റ്റഡ് പട്ടിക ചെയ്തോട്ടെ എല്ലാവരും എന്ന തീരുമാനം കമ്മീഷൻ ഒറ്റയടിക്കെടുത്താൽ പിന്നെ എന്ത് ചെയ്യാനൊക്കെ? ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ചൂണ്ടിക്കാണിച്ചാൽ എല്ലാത്തിനും നടപടി എടുക്കാനും മറുപടി പറയാനിരിക്കുകയല്ല കമ്മീഷൻ. അല്ല, അതൊക്കെയാണ് കമ്മീഷൻ നടപടി എടുത്തില്ലെങ്കിൽ, കമ്മീഷൻ വേണ്ട വിധത്തിൽ ചെയ്തില്ലെങ്കിൽ അതിനാണല്ലോ ഈ നാട്ടിൽ കോടതിയുള്ളത്. ആ കോടതിയിൽ പോയല്ലോ, അപ്പോൾ കോടതി പറഞ്ഞു ആധാർ കൂടി അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി. അതേപോലെ തന്നെ നീക്കം ചെയ്തവരുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം, പബ്ലിഷ് ചെയ്തു. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കാനും അതിനൊക്കെയാണല്ലോ ഇവിടെ ജനാധിപത്യത്തിന്റെ കാവലാൾ എന്ന് പറയുന്ന നിങ്ങളും സമ്പത്തിന്റെ പാർട്ടിയൊക്കെ ഇവിടെ ഉള്ളത്. ഇതല്ലാതെ ഇവരുടെയൊക്കെ കണ്ണു കൂട്ടിക്കെട്ടിക്കൊണ്ടൊന്നും അല്ലല്ലോ ഇവിടെ നടക്കുന്നത്. ഇന്നലെയുള്ള പത്രങ്ങളിലെല്ലാം വലിയ പരസ്യങ്ങൾ വന്നിട്ടുണ്ട്, എല്ലാ പത്രങ്ങളിലും വന്നിട്ടുണ്ട്. എന്താണ് ഇതിന്റെ പ്രോസസ്സ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഈ പ്രോസസ്സിൻ്റെ അകത്ത് എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഏത് ഡേറ്റ ആയിക്കോട്ടെ, ആ ഡേറ്റ സമയോചിതമായി കാലാകാലങ്ങളിൽ പീരിയോഡിക്കലായിട്ട് കറക്റ്റ് ചെയ്യുക എന്നുള്ളതൊരു ബേസിക് നെസസിറ്റി അല്ലേ എൻ്റെ നിഷാദെ? അതിനെന്തിനാണ് നിങ്ങൾ ഈ ഭയപ്പെടുന്നത്? നിങ്ങൾ എന്തുകൊണ്ട് ഇതിനെ ഭയപ്പെടുന്നു? ഈ ഭയപ്പെടുന്നതിന്റെ കാരണം നിങ്ങൾക്ക് എന്തൊക്കെ ഒളിച്ചു വെക്കാനുണ്ടോ എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ ഇപ്പം കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ പരേതർ വോട്ട് ചെയ്യുന്നത്. അങ്ങനെ പരേതരുടെ വോട്ടവകാശം ഇവിടെ നിഷേധിക്കപ്പെടും. മരിച്ചവർക്കും ഉണ്ടല്ലോ ഈ നാട്ടിലെ അവകാശങ്ങൾ. ആ മരിച്ചവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സമ്പത്തിന്റെ പാർട്ടി ഇരിക്കുന്നത്. അങ്ങനെ അങ്ങനെ ഒരുപാട് പേരുടെ അവകാശങ്ങൾ ഇവിടെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് വരും. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത്. അതിന്റെ പ്രശ്നമാണ് ഇവിടെ ഉള്ളത്. അല്ലെങ്കിൽ ഒരു നമ്മുടെ നാട്ടിലെ 10-80 കോടിയോളം വരുന്ന ഒരു ഹ്യൂജ് ഡേറ്റയാണത്. അത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും ആണിക്കല്ലാണത്. അത് പരമാവധി ശുദ്ധിയോടുകൂടി, പരമാവധി പവിത്രതയോടുകൂടി ഇരിക്കേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണത്. അങ്ങനെ നടക്കുന്ന ഒരു കാര്യം, അങ്ങനെ നടക്കേണ്ട ഒരു കാര്യം, ഇത് നടക്കുന്നതിന് എന്താണെന്നേ നിങ്ങളുടെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, നടപ്പിലാക്കിയ സ്ഥലത്തുള്ള പ്രശ്നം അല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ അതിൻ്റെ പോയിന്റ് എടുക്കുകയാണ് ശ്രീ ഷാബു പ്രസാദ്. അതായത് വോട്ടർ പട്ടിക പരിഷ്കരിക്കണം. നമ്മുടെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ കൊണ്ട് നടക്കുന്ന രാജ്യമാണ്. സോ അതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിരിക്കണം, പ്രോസസ്സ് പൂർണ്ണമായിരിക്കണം, സുതാര്യമായിരിക്കണം, വിശ്വാസയോഗ്യമായിരിക്കണം. പക്ഷേ ആ പ്രോസസ്സിന് പ്രശ്നം ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഇഷ്യൂ.
ബീഹാറിലെ പ്രശ്നം താങ്കൾക്കറിയാം, നമ്മൾ തന്നെ പരസ്പരം എത്ര വഴക്കുണ്ടാക്കി ഇതിനെ ചൊല്ലി. അവിടെ 65 ലക്ഷം വരെ പുറത്താക്കി, 22 ലക്ഷം വരെ മരിച്ചവരെന്ന് പറഞ്ഞാൽ പുറത്താക്കിയത്. മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എത്ര പേര് കോടതി പോകാൻ നിന്നു, ഒരാൾ സുപ്രീം കോടതി ചെന്നു. നമ്മൾ കണ്ട കാര്യമല്ലേ. പലയിടത്തും ആൾക്കാർ മാധ്യമങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇതിൻ്റെ ഫോം പോലും കിട്ടിയിട്ടില്ല എന്ന്. അവർ പോലും അറിയാതെ അവരെ പുറത്താക്കുന്ന പരിപാടി നടക്കുന്നു. അതിനെല്ലാം ബെനിഫിഷ്യറി എവിടെയാണെന്ന് ചോദിച്ചാൽ അതെല്ലാം BJP ആണ്. എന്ന് വെച്ചാൽ BJPക്ക് സ്ട്രോങ് ഹോൾഡ് അല്ലാത്ത ഏരിയയിലാണ് ആൾക്കാർ മൊത്തം പോയിരിക്കുന്നത്. ഇപ്പം നോക്കി നിങ്ങൾ ഈ തൃശ്ശൂരിലെ കാര്യം എടുക്കുക. തൃശ്ശൂരിലൊരു ഫ്ലാറ്റിൽ 9 പേര് വന്നിരിക്കുന്നു. അവർക്ക് ആർക്കും പരസ്പരം അറിയില്ല, ഉടമയ്ക്ക് വരെ അറിയില്ല. LDFനും പരാതിയുണ്ട്, UDFനും പരാതിയുണ്ട്, BJPക്ക് മാത്രം പരാതിയില്ല. BJPയുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു ഞങ്ങൾക്ക് പരാതിയില്ല എന്ന്. അപ്പോൾ ഈ നിങ്ങൾക്ക് പരാതിയില്ലാത്ത എന്തുകൊണ്ടാണ്? ബെനഫിഷ്യറിക്ക് ഗുണഭോക്താവിന് പരാതി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ പ്രശ്നം അവിടെ കിടക്കുകയാണ്. അത് ഉന്നയിക്കണ്ടേ നിങ്ങൾ? ഇത് അല്ലെങ്കിൽ കമ്മീഷൻ ഇത് മൊത്തം നീറ്റാക്കിക്കോട്ടെ, ക്ലീൻ ആക്കിക്കോട്ടെ, പക്ഷേ ആ പ്രോസസ്സിന് വിശ്വാസം ഉണ്ടാവണം. അതില്ല എന്നുള്ളത് ഒരു സീരിയസ് പ്രശ്നമാണ്. ഞാൻ പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് BJP മാത്രമല്ല, BJPയും കോൺഗ്രസും RJDയും എല്ലാവരും ഇതിലെ പ്ലേയേഴ്സാണ്. എല്ലാവർക്കും വിശ്വാസം ഉണ്ടാവുക പ്രധാനമാണ്. കാരണം നമ്മുടെ പരസ്പര വിശ്വാസമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അടിത്തറ. ഇല്ലേ നമ്മൾ വേറെ ഒരു പാകിസ്ഥാനായി പോയില്ലേ? നിഷാദേ, ഇവിടെ CPMനെയും കോൺഗ്രസിനെയും നിങ്ങളടക്കമുള്ള മാധ്യമങ്ങളെയും ഒക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് വിശ്വസിപ്പിച്ചുകൊണ്ട് BJP ഗവൺമെന്റ് ഒരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഈ നാട്ടിലുള്ള സർക്കാർ, കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നെഞ്ചി കൈവച്ച് പറ. നടക്കുന്ന കാര്യമല്ല. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് തീരുമാനിച്ചുറച്ചിരിക്കുന്ന നിങ്ങളെ വിശ്വസിപ്പിച്ചോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസാധ്യമായ കാര്യമാണ്. അല്ല, അങ്ങനെ പറയല്ലേ ശ്രീ ഷാബു പ്രസാദ്. ഞാൻ ചോദിക്കുന്നത്, സുപ്രീം കോടതി പോയൊരു മനുഷ്യൻ പറയാണ് ഞാൻ മരിച്ചിട്ടില്ല, എന്നെ മരിച്ചു എന്ന് പറഞ്ഞ് വെട്ടി, എന്റെ ഒബ്ജക്ഷൻസ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു പോയിന്റ് അല്ലേ? 65 ലക്ഷം പേരെ വെട്ടിക്കളഞ്ഞതിനകത്ത് പല ആൾക്കും നോട്ടീസ് കിട്ടിയിട്ടില്ല, അവരാരും BLOമാരെ കണ്ടിട്ട് പോലും ഇല്ല. അതൊരു പ്രശ്നമല്ലേ? അവർ തന്നെ വന്ന് പറയുകയാണെന്ന്. ഈ പറയുന്ന തൃശ്ശൂരിലെ 9 പേർ പ്രശ്നമല്ലേ? അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ എല്ലാവരും വോട്ട് ചെയ്തോട്ടെ എന്ന് കമ്മീഷൻ പറഞ്ഞു, പ്രശ്നമല്ലേ? അതെന്തെങ്കിലും കൊതിക്കറവ് പറയുന്നതാണോ? ഇഷ്യൂ ഈസ് ദർ. ആ ഇഷ്യൂയോട് നിൽക്കണം. കർണാടകയിലെ കണക്ക് നമ്മൾ കണ്ടതല്ലേ? അപ്പോൾ ഇത് എന്തോ ഒരു സ്ഥാപിത വിരോധം കൊണ്ട് വിശ്വസിക്കാൻ മടിയായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ പറയല്ലേ? ഈ പ്രശ്നം വിസിബിൾ ആണ്. നിഷാദ് പറഞ്ഞു കഴിഞ്ഞല്ലോ, അത് ഞാൻ പറയട്ടെ. തീർച്ചയായിട്ടും ഒരു വലിയ ഹ്യൂജ് പ്രോസസ്സ് നടക്കുമ്പോൾ, ഒരു ഡേറ്റ കറക്ഷൻ നടത്തുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാകും. ചിലപ്പോൾ പലതും വിട്ടുപോയിട്ടുണ്ടാകും. ഇതൊക്കെ കറക്റ്റ് ചെയ്യാനും ചൂണ്ടിക്കാണിക്കാനും ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ കമ്മീഷൻ ഗവനിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അതിൻ്റെ അതോറിറ്റി ഗവനിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നീതിന്യായ സംവിധാനമുണ്ട്. ആ നീതിന്യായ സംവിധാനത്തിനെ സമീപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ആ നീതിന്യായ സംവിധാനത്തിന്റെ ഫൈനൽ വെർഡിക്റ്റ് എന്താണോ അത് നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാനായാലും നിങ്ങളായാലും ആരായാലും അനുസരിക്കുക എന്നുള്ളതേ മാർഗമുള്ളൂ. അങ്ങനെ ഞാൻ ചോദിക്കുന്നത് അത് എല്ലാവർക്കും അല്ല. ഞാൻ പറയുന്നത് ശരിയാണ്, ഒരു ഇത്തരം ഭരണഘടനാ സ്ഥാപനങ്ങളെ അംഗീകരിക്കേണ്ടി വരും. പക്ഷെ അത് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിലും ഞങ്ങൾ അടിച്ചേൽപ്പിക്കുമെന്ന നിലയെടുത്താൽ, ഞാൻ വീണ്ടും പറയാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ കഴിഞ്ഞ 70 years ആയിട്ടുള്ള കരുത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ പരസ്പരം കൊണ്ടു നടക്കുന്ന വിശ്വാസമാണ്. മോദി ജയിച്ചാൽ മൻമോഹൻ സിംഗ് അംഗീകരിക്കും, മൻമോഹൻ സിംഗ് ജയിച്ചാൽ മോദി അംഗീകരിക്കും. ഇല്ല എന്ന് വന്നാൽ പിന്നെ എന്താ സംഭവിക്കുക? അയൽ രാജ്യങ്ങൾ നമ്മൾ കാണുന്നതാണ്. ആ പരസ്പര വിശ്വാസം എന്ന് പറഞ്ഞാൽ ആ പ്രോസസ്സിൽ ജനങ്ങൾക്കുള്ള വിശ്വാസമാണ്. ശരിയാണ്, ഞാൻ ചെയ്ത വോട്ട് കൗണ്ട് ചെയ്യപ്പെട്ടു, ഞാൻ ചെയ്ത വോട്ട് രേഖപ്പെടുത്തപ്പെട്ടു, എൻ്റെ കമ്മീഷൻ സുതാര്യമായി ചെയ്യുന്നു എന്ന ബോധ്യമാണ് ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനത്തില്ല. അത് വേണ്ട, നിങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസമൊന്നും വേണ്ട, ഞങ്ങൾ അങ്ങോട്ട് പറയും എന്ന നിലയെടുത്താൽ എന്താ സംഭവിക്കാൻ പോകുന്ന ചോദ്യം? അല്ല, അത് തന്നെയാണ് കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളുടെ സമീപനത്തിലുണ്ടായ ഏറ്റവും വലിയൊരു മാറ്റം കൂടിയാണത്. ഇതിനു മുമ്പും ഇവിടെ ഏറ്റവും കൂടുതൽ തോറ്റിട്ടുള്ള ഒരു പാർട്ടിയാണ് BJP. ഭീകരമായിട്ട് തോറ്റിട്ടുള്ള പാർട്ടിയാണ് BJP. ഒരു മാസം സാക്ഷാൽ വാജ്പേയി വരെ തോറ്റുപോയിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ തോറ്റപ്പോഴൊന്നും ഇതേപോലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ കുറ്റം പറയാനും ഇത് ശരിയല്ല, ഇവിടെ വോട്ട് മോട്ടിച്ചതാണ് എന്നൊന്നും പറയുകയല്ല ചെയ്തിട്ടുള്ള. അന്തസ്സായിട്ട് ആ തോൽവി അംഗീകരിച്ച് വീണ്ടും പ്രവർത്തിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് വീണ്ടും തോറ്റ് വീണ്ടും ചെന്ന് അങ്ങനെയാണ് BJP അധികാരത്തിലേക്ക് വന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ തോറ്റപ്പോൾ, ഇവിടെ പലരും തോറ്റപ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് തങ്ങളുടെ ഭാഗത്തുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തുകൊണ്ട് ജനങ്ങളെ സമീപിക്കാൻ നിങ്ങൾ തയ്യാറല്ല. അതിന് പകരം ഈ പറഞ്ഞ പോലെ BJP കോപ്പി അടിച്ച് ജയിച്ചതാണ്, മറ്റതാണ്, മറിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. അതാണ് ഈ പറയാമായിരുന്നു, പക്ഷെ BJP അത് ചെയ്തിട്ടില്ല. കേരളത്തിലെ SIR നടപ്പിലാക്കാൻ പോവുകയാണ്.
SIR-ന്റെ കുഴപ്പം നമുക്കറിയാവുന്നതാണ്. അതിൻ്റെ ഒരു ക്രൈറ്റീരിയ, അതിൻ്റെ പ്രോസസ്സിൻ്റെ പ്രത്യേക സ്വഭാവം ഇതൊക്കെ മനസ്സിലാക്കിക്കൊള്ളണം. കേരളത്തിൽ SIR ഓണാവുമ്പോൾ നിങ്ങൾ അതിനകത്ത് എന്തൊക്കെ ആശങ്ക വെച്ച് പുലർത്തുന്നുണ്ട്? കേരളത്തിൻ്റെ മാത്രം പെർസ്പെക്റ്റീവിലാണ് അല്ലെങ്കിൽ കാഴ്ചപ്പാടിലാണ് ചോദിക്കുന്നത്? ഇല്ല, കേരളത്തിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഗൾഫിലുള്ളത് മലയാളികളാണ്. കേരളത്തിലെ വോട്ടർ പട്ടികയിൽ ഒരു 20-25% വരെ ഗൾഫ് മലയാളികളുണ്ട് എന്നാണ് എൻ്റെ പ്രാഥമിക പഠനത്തിൽ എനിക്ക് മനസ്സിലാകുന്നത്. ഇവിടെ ഈ വെച്ചിരിക്കുന്ന നിബന്ധനകൾ എന്നൊക്കെ പറഞ്ഞാൽ വോട്ടർ പട്ടികയിൽ പേര് വന്നിട്ടില്ലെങ്കിൽ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ഹിയറിങ്ങിന് നോട്ടീസ് കൊടുക്കും. ഈ ഹിയറിംഗ് സമയത്ത് ഈ പ്രവാസിക്ക് എങ്ങനെ ഇവിടെ ഹാജരാൻ പറ്റും? അപ്പോൾ വലിയൊരു വിഭാഗം പ്രവാസികളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കും. അത് ആ പ്രവാസികളുടെ വോട്ടവകാശം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആർക്കാണ് അതുകൊണ്ട് ഗുണമുണ്ടാകുക എന്നത് ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, ബഹുമാനപ്പെട്ട സാബു പ്രസാദ് അദ്ദേഹം പറഞ്ഞു, രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ധർമ്മം നിർവഹിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങൾ തീരുന്ന. രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് ധർമ്മം നിർവഹിക്കേണ്ടത്? ഉദാഹരണം, തൃശ്ശൂരിൽ ഈ കരട് വോട്ടർ പട്ടിക ഇറങ്ങും. കരട് വോട്ടർ പട്ടിക ഇറങ്ങുമ്പോഴാണ് ആരൊക്കെ അധികൃതമായും അനധികൃതമായും ആരൊക്കെ അതിൽ വന്നു എന്ന് അറിയാം. അപ്പോൾ ആ മണ്ഡലത്തിൽ പെടാത്ത മറ്റ് സ്ഥലങ്ങളിലുള്ളവരുടെ പേര് വന്നാൽ രാഷ്ട്രീയ പാർട്ടികൾ ഒബ്ജക്റ്റ് ചെയ്യും. പക്ഷേ 40,000-ൽ താഴെ മാത്രമേ പുതുതായി വോട്ടർമാർ തൃശ്ശൂരിൽ പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ വന്നിട്ടുള്ളൂ. എന്നാൽ ഫൈനൽ വോട്ടർ പട്ടിക വന്നപ്പോൾ ഏകദേശം സുരേഷ് ഗോപിക്ക് കിട്ടിയ ഭൂരിപക്ഷം എത്രയാണോ ആ ഭൂരിപക്ഷം വരുന്ന വോട്ടുകൾ തൃശ്ശൂർ ജില്ലേൻ്റെ പുറത്ത് നിന്ന്, അല്ലെങ്കിൽ ആ പാർലമെന്റ് മണ്ഡലത്തിൻ്റെ പുറത്ത് നിന്ന് കൂടി ഈ വോട്ട് കരടിൽ വന്നിട്ടുമില്ല. ഇതിനെതിരെ ഒബ്ജക്ഷൻ പറയുക എന്നാണ് രാഷ്ട്രീയ പാർട്ടിയിൽ. അതിന് ജില്ലാ കളക്ടർ കൊടുത്ത മറുപടി എന്താ? ഇവിടെ നിഷാദ് പറഞ്ഞു, ഏതായാലും ഫൈനലിൽ വന്നു പോയേ, അവർ പോയിട്ട് വോട്ട് ചെയ്യട്ടെ. ഈ ജില്ലാ കളക്ടർ ആരാണ്? തൃശ്ശൂരിൽ ആ ജില്ലാ കളക്ടർ ഇപ്പോൾ എവിടെയുള്ളത്? ഏതോ ഒരു BJPൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണെന്ന് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം നടപ്പാക്കുന്നതും ജില്ലാ കളക്ടർമാരാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം നടപ്പിലാക്കുന്നതും ജില്ലാ കളക്ടർമാരാണ്. കേരളത്തിലെ VC-മാരുടെ തലപ്പത്ത് ആരൊക്കെയാണ്? അതൊക്കെ നമ്മളിങ്ങനെ പഠിച്ചു കഴിഞ്ഞു. പോലീസിൻ്റെ തലപ്പത്ത് ആരൊക്കെയെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി ജില്ലാ കളക്ടർമാരും എവിടുന്ന് വരുന്നു, എവിടുത്തെ നോമിനികളാണെന്ന് പഠിക്കേണ്ടതുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം നമുക്കൊരൊറ്റ കാര്യത്തിൽ ഇവിടെ സംശയിക്കാനുള്ളത് എന്താ? നമ്മുടെ രാജ്യത്ത് പല സിസ്റ്റങ്ങളുണ്ട് അല്ലേ? ആ സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഈ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നീതിമാൻ ആരായിരിക്കണം? ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടത്തി വരുന്ന ഒരു രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്ന വ്യക്തിയാണ് ഏറ്റവും വലിയ നീതിമാൻ. അത് കഴിഞ്ഞിട്ടേ സുപ്രീം കോടതി പോലുള്ളൂ. അതുകൊണ്ടാണ് ആ വ്യക്തിയെ തിരഞ്ഞെടുക്കാൻ ഈ രാജ്യത്ത് വളരെ കൃത്യമായ നിഷ്പക്ഷമായ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ആ സിസ്റ്റമാണ് ഒന്ന് പ്രധാനമന്ത്രി, ഒന്ന് പ്രതിപക്ഷ നേതാവ്, മറ്റൊന്ന് സുപ്രീം കോടതി. എത്ര മനോഹരമായിരുന്ന സിസ്റ്റം! ആ സിസ്റ്റമാണ് എടുത്ത് കളയാൻ സുപ്രീം കോടതി ജഡ്ജിയെ മാറ്റുന്നു. എന്നിട്ട് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയാക്കി അതിനെ ചുരുക്കുന്നു. അപ്പം 3 മേഖലയിൽ നിന്ന് അഭിപ്രായം വരേണ്ടടുത്ത് വളരെ കൃത്യമായി പ്രധാനമന്ത്രി പറയുന്നിടത്താണ് ക്യാബിനറ്റ് മന്ത്രി നിൽക്കുള്ളൂ. അപ്പം ഏകപക്ഷീയമായി ഒരു പാർട്ടിയുടെ ഇപ്പം നിലവിൽ അധികാരം ആരുടെ കയ്യിലാണോ നിൽക്കുന്നത് ആ പാർട്ടി തീരുമാനിക്കും ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ആര് നടത്തണം, ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ട കമ്മീഷണർ പദവിയിൽ ആരിയിരിക്കണം. അങ്ങനെ അവർ നിർണയിച്ച ആളാണിത്. ആലോചിക്കണമെങ്കിൽ സുപ്രീം കോടതിൻ്റെ ജഡ്ജിൻ്റെ തല വെട്ടി മാറ്റിയ ഒരു സംവിധാനം. എന്താ അതുകൊണ്ടുള്ള ബെനിഫിഷ്യറി? വളരെ കൃത്യമാണ്. ഈ നാട്ടിൽ നേരത്തെ ജനങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തപ്പെട്ടാൽ പുറത്തു പോകേണ്ടി വരും. പുറത്ത് മാത്രമല്ല, ജയിലിൽ കിടക്കേണ്ട ക്രിമിനൽ കുറ്റം ചെയ്തവരവരൊക്കെ. അപ്പം അതുകൊണ്ട് വളരെ കൃത്യമാണ്. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ രാഹുൽ ഗാന്ധി കൃത്യമായി നിരത്തിവെച്ച ചോദ്യങ്ങൾക്ക് മറുപടിയുണ്ടോ? ഇല്ല. ടോട്ടൽ വോട്ട് 4.5 ലക്ഷം മഹാരാഷ്ട്രയിൽ, പോൾ ചെയ്തത് 4.25 ലക്ഷം വോട്ട്. ടോട്ടൽ വോട്ടിനേക്കാളും 1 ലക്ഷത്തിലധികം മനുഷ്യന്മാർ വോട്ട് ചെയ്യുന്നു. ചോദിച്ചതിന് മറുപടിയില്ല. വീട്ടു നമ്പർ ഇല്ല. 0 0 0 0 A Z
കർണാടകയിൽ സ്ഥിതി നമ്മൾ കണ്ടതാണ്. ഇവിടെ തന്നെ നോക്കി ഞാൻ തൃശ്ശൂർക്കാരെ തെറ്റിദ്ധരിച്ചതാണ്. കാരണം തൃശ്ശൂർക്കാരൊക്കെ ഒക്കെപ്പാട് കൂടി സുരേഷ് ഗോപിക്ക് വോട്ട് മറിച്ചു എന്നാണ് ഞാൻ വിശ്വസിച്ചത്. പക്ഷെ പിന്നല്ലേ സുരേഷ് ഗോപിക്ക് ജയിക്കാനായി കിട്ടിയ വോട്ടുണ്ടല്ലോ, ആ വോട്ട് മുഴുവൻ പുറത്തുനിന്ന് വന്നാന്ന് മനസ്സിലായി. അതെങ്ങനെയാണ്? ഞാൻ ഈ പറഞ്ഞതുപോലെ രീതിയിൽ തന്നെയാണ് വരുന്നത്. അപ്പം ഈ രാജ്യത്ത് സത്യത്തിൽ ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. ഇപ്പോൾ 10-67 ലക്ഷം മനുഷ്യന്മാരെ പിന്നെ എന്താണ് വോട്ടർ പട്ടികയിൽ തള്ളുക, അതിൽ 22 ലക്ഷം മനുഷ്യന്മാർ മരിച്ചവരാണെന്ന് പറയുക. മരിച്ചവർ സുപ്രീം കോടതി പോയി ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടും എന്താണ് ഈ നാട്ടിൽ ഒന്നും നടക്കുന്നില്ല. അപ്പം ഈ രാജ്യത്ത് എന്താണ് അരാജകത്വത്തിലേക്ക് പോവുകയാണ്. അതായത് നേരത്തെ കുറച്ച് കംഫർട്ടബിൾ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, പക്ഷേ അതിപ്പോൾ കുറഞ്ഞു. ഇത്രയൊക്കെ കളി കൃത്രിമം കളിച്ചിട്ടും അത് കുറഞ്ഞു വരുന്നു. അപ്പം ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി കൂടുതൽ വിൻ ചെയ്യുമെന്ന് ഉറപ്പാണ്. എങ്കിൽ അതിന് ഇപ്പോൾ തന്നെ തയ്യാറെടുപ്പ് നടത്തുക. ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ ആളുണ്ടായിട്ട് വേണ്ടേ, ആ ആളെ എണ്ണം കുറയ്ക്കുക. പിന്നെ വോട്ടിംഗ് മെഷീൻ തുടങ്ങിയ സംഗതികളിലൊക്കെ ഉള്ള കളികളൊക്കെ നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു, മനസ്സിലാക്കണം. പിന്നെ അടൽ ബിഹാരി വാജ്പേയി തോറ്റത് പറയും, എന്താ അതിൻ്റെ കൂടെ ഇന്ദിരാഗാന്ധി തോറ്റും കൂടി സാബു സാർ പറയും അല്ലേ? ഇന്ദിരാഗാന്ധി തോറ്റിട്ടില്ലേ? ഇന്ദിരാഗാന്ധി ജയിലിൽ പോയിട്ടില്ലേ? കോൺഗ്രസ്സാണ് ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന തയ്യാറാക്കിയത്. കോൺഗ്രസ്സാണ്. 5 കൊല്ലം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന ഒരു വ്യവസ്ഥ അവിടെ ഉണ്ടാക്കി വെച്ചത് കോൺഗ്രസ്സാണ്. വേണമെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ ഉള്ളതുമാതിരി 25, 35, 50 കൊല്ലം വയസ്സായിട്ടും ഭരണാധികാരിയായി തെരഞ്ഞെടുപ്പ് പോലും നടത്താതെ എത്ര രാജ്യങ്ങളുണ്ട്? കോൺഗ്രസിന് വേണമെങ്കിൽ 25 കൊല്ലം ഒരു പ്രധാനമന്ത്രിയുടെ കാലാവധിയാണ് എഴുതി വെച്ചിരുന്നുവെങ്കിൽ നെഹ്റു, ഇന്ദിരാഗാന്ധി തുടങ്ങിയവരൊക്കെ അങ്ങനെ പോകുമായിരുന്നില്ലേ? എന്തിനാ 5 കൊല്ലം എഴുതി വെച്ചത്? അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ മറ്റേ ചൈനയിലും ഉത്തര കൊറിയയിലും ഒക്കെ എന്താ സംഭവിക്കുന്നത്? എന്തേ തെരഞ്ഞെടുപ്പോ കാര്യങ്ങളുണ്ടോ? അപ്പോൾ ഇവിടെ ജനാധിപത്യം, അതും സുതാര്യമായ ജനാധിപത്യം, നിഷ്പക്ഷത ഉള്ള ജനാധിപത്യം, നീതിബോധമുള്ള ജനാധിപത്യം, അതാണ് ഈ രാജ്യത്തിൻ്റെ ഗുണം. അതുകൊണ്ടാണ് ആ ജനാധിപത്യത്തിന് ഭാഗമായി പ്രധാനമന്ത്രിയാകുന്നു, ആ ജനാധിപത്യത്തിന്റെ ഭാഗമായി പരാജയപ്പെട്ട് പ്രതിപക്ഷത്തിരിക്കുന്നു, ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായി ജയിലിൽ പോകുന്നു, നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായി ഷാഫി ചാലിയം വലിയ തോതിൽ പ്രവാസികൾ ഇതിന് ഇരകളാക്കപ്പെടാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. ഇപ്പൊ നോക്കൂ, തമിഴ്നാട്ടിലേക്ക് പോയാൽ DMK ഇതിനെതിരാണ്. അവർ സുപ്രീം കോടതിയിൽ പോകാൻ പോവുകയാണ് എന്ന് മാത്രമല്ല, DMK ഒരു പാർട്ടി എന്ന നിലയ്ക്ക് അതിജാഗ്രതയോടെ ഇടപെടാൻ അവരുടെ കേഡേഴ്സിനോടെല്ലാം ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. കാരണം ജാഗ്രതാ പ്രശ്നം ഉണ്ടായാൽ ഈ സംഗതി കയ്യിൽ നിന്ന് പോകും. ഇപ്പോൾ മുസ്ലിം ലീഗ് നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖല, അവിടെയുള്ള പ്രവാസികളുടെ ബാഹുല്യം, അത് നഷ്ടപ്പെട്ടാൽ പരിക്കേൽക്കുന്നത് ആർക്ക്, അതിന്റെ ഗുണഭോക്താവ് ആരെന്നൊക്കെ നേരത്തെ പറഞ്ഞല്ലോ. അതിനൊരു പാർട്ടി എന്ന നിലയ്ക്ക് SIR നേരിടാൻ നിങ്ങൾ എന്തുമാത്രം സജ്ജമാണ് ഹൈപ്പർ ലോക്കൽ തലത്തിൽ? അല്ല, അക്കാര്യത്തിൽ ഞങ്ങൾ 6-ാം തീയതി ഞങ്ങൾ അതിനുവേണ്ടി പ്രത്യേകമായി തന്നെ യോഗം ചേരുന്നുണ്ട്. ഈ സാഹചര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം, പരമാവധി ആളുകളുടെ വോട്ടവകാശം ഉറപ്പുവരുത്താനും അത് സുരക്ഷിതമാക്കാനും നിയമവഴിയിൽ പോകണമോ ഏതൊക്കെ വഴിയിൽ പോകണം എന്നതിനെക്കുറിച്ച് കാര്യഗൗരവമായ ചർച്ച മുസ്ലിം ലീഗ് ആ കാര്യത്തിൽ ചെയ്യും, UDF ആ കാര്യത്തിൽ ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ നിയമപരമായി നേരിടുമോ അല്ലെങ്കിൽ നിങ്ങൾ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുമെന്നതിനെ കുറിച്ചല്ല. ഒരു പാർട്ടി എന്ന നിലയ്ക്ക് SIR എന്നൊരു പ്രോസസ്സ് വരാൻ പോകുന്നുണ്ട്. അതിൽ ഓരോരുത്തരുടെയും വോട്ട് ഉറപ്പാക്കാൻ എന്തുമാത്രം SIR പ്രോസസ്സിനെ കുറിച്ച് നിങ്ങളുടെ കേഡേഴ്സ് എഡ്യൂക്കേറ്റഡ് ആണ്, അവർക്ക് നിങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് ഇലക്ഷന്റെ തിരക്കിനിടയിലും നിങ്ങൾ മറന്നുപോയാൽ പണി കിട്ടുന്ന ഏർപ്പാടാണിത്. അതിലൊരു പാർട്ടി എന്ന നിലയ്ക്ക് നിങ്ങൾ പ്രത്യേകമായി ഇടപെടുന്നുണ്ടോ? നിങ്ങൾ മാത്രമല്ല, എല്ലാ പാർട്ടികളും. നിങ്ങളുടെ കാര്യം ചോദിക്കുന്നത്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ കാര്യത്തിൽ എല്ലാവരെക്കാളും വളരെ മുന്നിലാണ് ഞങ്ങൾ എല്ലാ കാലത്തും. ഞങ്ങളുടെ രീതി അങ്ങനെയാണ്. ഇതിൻ്റെയൊക്കെ പ്രോസസ്സ് ഞങ്ങൾ ഞങ്ങൾക്ക് അത്രയും കേഡർ സ്വഭാവമാണുള്ളത്. ഞങ്ങളുടെ പാർട്ടിയുടെ സംവിധാനങ്ങൾ, പോഷക സംഘടനകൾ, യൂത്ത് ലീഗ്, വൈറ്റ് ഗാർഡ്, അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളതുള്ള കൃത്യം ഓരോ സ്ഥലത്തെ BLOമാരാരാണ്, അവരെ രാഷ്ട്രീയം എന്താണ്, ആരൊക്കെ പേര് ഉൾപ്പെടുത്തും, അവരേതെല്ലാം ആളുകളെ പേര് ഉൾപ്പെടുത്താതെ മുകളിലേക്ക് കൊടുക്കാതെ ചെയ്യും, ഇതൊക്കെ ഞങ്ങൾ സ്ക്രൂട്ടിനി ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് പ്രൈമ ഫേസ് ഘട്ടം BLOമാരാണ്. അവരാണ് പൂരിപ്പിക്കാനുള്ള ഫോം തരിക. പൂരിപ്പിച്ച് BLOമാർ കണ്ട് കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന രംഗം വരെ പകർത്തണം, CCTV ഓൺ ചെയ്ത് വെക്കണം, ക്യാമറയിൽ പകർത്തണം, മുഴുവൻ രേഖകളും ഫുള്ളാക്കിയ ഫോട്ടോ എടുത്ത് വെക്കണം. കാരണം നാളെ എങ്ങാനും ഈ BLO ഇത് മേലോട്ട് കൊടുത്തിട്ടില്ലെങ്കിലാണ് വോട്ടർ പട്ടികയിൽ പേര് വരാതാകുക. വോട്ടർ പട്ടികയിൽ വോട്ട് വന്നില്ലെങ്കിൽ പിന്നെ ചേർക്കണമെങ്കിലാണ് ഹിയറിംഗ് എന്ന നേരിട്ട് ഹാജരാൽ വരിക. അവിടെയാണ് പ്രവാസി കുടുങ്ങുക. അപ്പം തുടക്കത്തിൽ തന്നെ പ്രവാസികളടക്കമുള്ള എല്ലാ വോട്ടുകളും
വളരെ കൃത്യമായി തന്നെ അതായത് BLOമാർക്ക് കൊടുക്കേണ്ടത് എന്ന് ഉറപ്പ് വരുത്താൻ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ അതിൻ്റെ എല്ലാ പണികളും ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഫോട്ടോ എടുത്തും ലൈവായിട്ട് ടൈമറുള്ള ക്യാമറയിൽ തന്നെ അത് പകർത്താനുള്ള സംവിധാനം ഉണ്ടാക്കണം. കാരണം നാളെ ഈ വോട്ടർ പട്ടികയിൽ വന്നിട്ടില്ലെങ്കിൽ BLO കൊടുക്കാത്തതിൻ്റെ പേരിലാണ് വരാത്തതെങ്കിൽ ആ BLOനെ ഞങ്ങൾ വെറുതെ വിടില്ല. ജീവിതകാലം മുഴുവൻ അവൻ നിയമത്തിന് മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും. അവൻ്റെ പിറകിൽ ഞങ്ങൾ കൂടും. അത്രയും സുതാര്യമായും സൂക്ഷ്മമായും ജാഗ്രതയോടെ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ തന്നെയാണ് ഞങ്ങളെ പാർട്ടിയുടെ തീരുമാനം. പാർട്ടിയുടെ എല്ലാ കേഡർ സംവിധാനങ്ങൾക്കും നിർദ്ദേശം ദിനംപ്രതി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി പ്രത്യേക സെല്ല് വർക്ക് ചെയ്യുകയാണ്. കോഴിക്കോട്ട് കഴിഞ്ഞ 9-10 ദിവസമായി ഞങ്ങളെ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പർ CMA ഷമീറിന്റെ നേതൃത്വത്തിൽ വലിയൊരു വിദഗ്ധ സംഘം ലീഗ് ഓഫീസിൽ കൃത്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഘടകങ്ങളും അവിടെയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രാത്രി അർദ്ധരാത്രി വരെ അവിടെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യം എല്ലാം വളരെ ജാഗ്രതയിൽ തന്നെ വീക്ഷിക്കുകയാണ്. അതിനെങ്ങനെ പ്രതിരോധിക്കണം, എങ്ങനെ തരണം ചെയ്യണം എന്ന കാര്യത്തിൽ പാർട്ടി എല്ലാ നിയമവഴി തേടുന്നുണ്ട്. 6-ാം തീയതി ഞങ്ങൾ ഭാരവാഹികൾ പ്രത്യേകമായി തന്നെ തരംതിരിഞ്ഞിരിക്കുകയാണ്. മലബാർ വേറെ ഇരിക്കുകയാണ്, മധ്യ കേരളം വേറെ ഇരിക്കുന്നു, ട്രാവൻകൂർ വേറെ ഇരിക്കുന്നു. ഇപ്പോൾ 6-ാം തീയതി ഞങ്ങൾ ഇരിക്കാൻ പോകുന്നത് കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള പിന്നെ ഭാഗത്തെ മുസ്ലിം ലീഗിൻ്റെ എല്ലാ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിമാരും എല്ലാ സംസ്ഥാന ഭാരവാഹികളാണ് ഇരിക്കുന്നത്. കാരണം അത്രയും ഏരിയ 3 പോർഷനാക്കി കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ കാര്യത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. ശരി. അതിനകത്ത് സമ്പത്ത് ഈ പ്രോസസ്സ് എന്തായാലും നടക്കും. അത് തടയുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ബീഹാറിന്റെ കാര്യം പോലും സുപ്രീം കോടതിയിൽ വന്നിട്ട് എന്താണ് നടന്നതെന്ന് നമുക്കറിയാം. ചില കാര്യങ്ങളിൽ സുപ്രീം കോടതി ഇടപെട്ടെന്ന് വെച്ചാൽ പൂർണ്ണമായും ആ പ്രക്രിയയിൽ തുടരാൻ കോടതി തയ്യാറായിട്ടുള്ളത് അവിടെ ഇരിക്കുകയാണ്. കേരളത്തിൽ നാളെ മുതൽ നടപ്പിലാക്കാൻ പോകുമ്പോൾ പരമാവധി വോട്ട് ഉറപ്പിക്കുക. താങ്കൾ നേരത്തെ പറഞ്ഞ ആശങ്ക എന്ന് പറഞ്ഞാൽ വോട്ട് കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്ന പൗരത്വമാണ്. വോട്ടില്ലെങ്കിൽ പിന്നെ പൗരത്വം തന്നെ പ്രതിസന്ധിയിലാകുന്ന ഘട്ടം വരും. ആ ഗൗരവം മനസ്സിലാക്കിയിട്ട് ഗവൺമെന്റ് എന്തൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. CPIM എന്ന് പറയുന്ന ഏറ്റവും വലിയ പാർട്ടി എന്തുമാത്രം ഇടപെടൽ ഈ കാര്യത്തിൽ നടത്തുന്നുണ്ട് ഇതിനെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന്? നോക്കൂ നിഷാദെ, CPMനെ പ്രതിനിധീകരിച്ച് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ CPIM തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ കൂടിയുള്ള ഒരു ചർച്ചയിൽ ഞാൻ അത്തരം കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെല്ലാം തന്നെ അത്തരം രാഷ്ട്രീയ പാർട്ടികൾ അവരുടേതായ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ നേരത്തെ താങ്കൾ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥ വലിയ അപഭ്രംശങ്ങളൊന്നും കൂടാതെ നിലനിൽക്കുന്നതായ നമ്മുടെ ഇന്ത്യൻ റിപ്പബ്ലിക്കിൽ ഈ രാഷ്ട്രം നിലനിന്നാൽ മാത്രമേ ഇവിടെ ഈ തെരഞ്ഞെടുപ്പുള്ളൂ. ആ തെരഞ്ഞെടുപ്പുകളിൽ ജനാധിപത്യ പ്രക്രിയ ഉണ്ടെങ്കിലേ തെരഞ്ഞെടുപ്പുള്ളൂ. ആ ജനാധിപത്യ പ്രക്രിയയിൽ നമ്മൾ ഈ പറയുന്ന പാർലമെന്ററി ഡെമോക്രസിയിലെ അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായും ചർച്ചകൾ നടത്തുന്നത് ആരുമായിട്ടാണ്? അവിടെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നത് രാഷ്ട്രീയ കക്ഷികളാണ് ആണല്ലോ. അതുകൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ രാഷ്ട്രീയ കക്ഷികളെയും സംസ്ഥാന രാഷ്ട്രീയ കക്ഷികളെയും അംഗീകൃത കക്ഷികൾ പിന്നെ രജിസ്റ്റേർഡ് കക്ഷികൾ ഒക്കെയായിട്ട് അത്തരത്തിൽ അവരുടേതായിട്ടുള്ള ലിസ്റ്റ് ഉള്ളത്. ഇവരുമായി ചർച്ച ചെയ്യണമല്ലോ. ഇപ്പം ഞാൻ വേറെ എന്തെങ്കിലും ഷാബുവായിട്ടൊന്നും ഒരു തർക്കത്തിനൊന്നുമല്ല. കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ ഒന്നും BJP ഓൺ ചെയ്യണം എന്ന നിർബന്ധമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയുന്നതായി നമ്മൾ മാന്യമായി ആ മുഖവിലേക്ക് എടുക്കുക എന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിച്ച ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഈ ഏത് റിവിഷൻ കാലത്താണ്, വോട്ടർ പട്ടികയുടെ പരിഷ്കരണത്തിന്റെ ഏതു കാലത്താണ് 1/4 നൂറ്റാണ്ട് മുമ്പുള്ള കാലത്തെ വോട്ടർ പട്ടിക എടുത്ത് പരിഷ്കരണത്തിൻ്റെത് നടത്തിയിട്ടുള്ളത്? ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 18 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. എന്തുകൊണ്ട് ഈ പ്രൊസീജിയർ മാറി? ആ പ്രൊസീജിയർ മാറ്റാനായി തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ള അധികാരം എവിടെ നിന്ന് ലഭ്യമായി? അങ്ങനെ ആ പ്രൊസീജിയർ മാറ്റുന്നുവെങ്കിൽ അക്കാര്യങ്ങൾ ഞങ്ങൾ മാറ്റുന്ന പ്രൊസീജിയർ ഇന്ന കാരണങ്ങളാലാണ് എന്ന് എന്തുകൊണ്ട് they did not inform the various stakeholders, ജനങ്ങളോടും മാധ്യമങ്ങളോടും എന്തുകൊണ്ട് പറഞ്ഞില്ല? തീരുന്നില്ല. ഇവിടെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇപ്പോൾ അതിൽ ഷാബു പറഞ്ഞു, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമാണ്, മറ്റ് പ്രതിപക്ഷ കക്ഷികൾ അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിമർശിക്കുന്നു എന്നൊക്കെ പറയുകയുണ്ടായി. ഞാൻ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ അറിവിലേക്ക് വേണ്ടി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പിന്നീട് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി തന്നെ രൂക്ഷമായി വിമർശിക്കുകയുണ്ടായി. അദ്ദേഹം വിമർശിച്ചത്
ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എൻ്റെ മേൽ വേണമെങ്കിൽ കേസെടുത്തുകൊള്ളട്ടെ എന്നാണ്. ഞാൻ ഇങ്ങനെയെല്ലാം പ്രസംഗിച്ചതിന് വേണമെങ്കിൽ കേസെടുത്തുകൊള്ളട്ടെ. 2014 മെയ് മാസം 4 തീയതിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയാണ്. ഇതിപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത 2025 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന മനുഷ്യൻ നടത്തിയിട്ടുള്ള വിവിധ പ്രസംഗങ്ങളിൽ 120-ലധികം പ്രസംഗങ്ങൾ ഹേറ്റ് സ്പീച്ചാണ്. വംശീയ വെറി, മതപരമായ സ്പർദ്ധ, സാമുദായികമായ സ്പർദ്ധ, അത് ഒരർത്ഥത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസരാഹിത്യവും കലാപങ്ങൾക്കും വിദ്വേഷങ്ങൾക്കും വഴിമരുന്നിടുന്ന നിലയിലേക്കുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തു നടപടിയാണ് സ്വീകരിച്ചത്? ഞാൻ ഇക്കാര്യത്തിൽ ഒരു കാര്യം ചോദിക്കട്ടെ. തെരഞ്ഞെടുപ്പ് കമ്മീഷന് രാഷ്ട്രീയ കക്ഷികൾ ഇതുമായി ബന്ധപ്പെട്ട് നിവേദനങ്ങൾ നൽകിയാൽ ആ രാഷ്ട്രീയ കക്ഷികളുമായി ആ വിഷയത്തിലൊരു ചർച്ച പേരിന് വേണ്ടിയെങ്കിലും നടത്തി എന്ന് പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയണമല്ലോ. 2025 മെയ് മാസം 10 CPIഎമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് MA ബേബിയും പൊളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള നിലോൽപൽ ബാസുവും കൂടി ഡൽഹിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലെത്തി 14 വിഷയങ്ങൾ അക്കമിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്തി വിശദമായ ഒരു നിവേദനം നൽകി. അതുമായി നൽകിയ നിവേദനത്തിൽ ഒരു കാര്യമടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നു. ആ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ സംഭവിച്ചിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. എന്താണെന്നറിയോ? ഈ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളിൽ ഈ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന പാർട്ട് 1 ഫോം 17C എന്നത് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിലുള്ളത്. നിഷാദ് കൂടി ഒന്ന് നോക്കിയാൽ മതി. അക്കാര്യത്തിൽ ഞങ്ങൾ പറയുകയുണ്ടായി, 1ാം ഘട്ടം വോട്ടെടുപ്പും 2ാം ഘട്ടം വോട്ടെടുപ്പും 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു 60% ആളുകൾ വോട്ട് രേഖപ്പെടുത്തി എന്ന്. നമ്മൾ ആകെ വോട്ടർമാർ എത്ര എന്നും എത്ര എണ്ണം വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതും വെച്ചുകൊണ്ടാണ് കണക്ക്. ഇതിനെ ഗുണം 100 അങ്ങനെയാണല്ലോ ശതമാനക്കണക്ക്. എത്ര ആളുകൾ സമ്മതിദായകർ വോട്ട് ചെയ്തു എന്നുള്ളതിനെ പറ്റി കൃത്യമായ കണക്ക് പറയാൻ കഴിഞ്ഞില്ല 7 മണിയായിട്ടും. എന്ന് മാത്രമല്ല, ഏപ്രിൽ 19 ഏപ്രിൽ 26 നടന്ന തെരഞ്ഞെടുപ്പുകൾ, ആ തെരഞ്ഞെടുപ്പുകളിലെ വോട്ട് ചെയ്ത ആളുകളുടെ ശതമാനക്കണക്ക് പറഞ്ഞ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏപ്രിൽ 30 വൈകുന്നേരം ഒടുവിൽ ഇത് അപ്ലോഡ് ചെയ്യുന്നതായ അവസ്ഥയിലെത്തിയത്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നമ്മളിങ്ങനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം എന്നാണ് പറയുന്നതെങ്കിൽ അത്തരമൊരു കാര്യത്തോട് എനിക്ക് യോജിപ്പില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന ശ്രീ ഗോയൽ, അരുൺ ഗോയൽ, അദ്ദേഹം പെട്ടെന്ന് രാജിവെച്ചു പോയി. അന്ന് BJPക്കാർ പറഞ്ഞത് നമ്മുടെ ഈ വൈസ് പ്രസിഡന്റ് ഇടയ്ക്ക് ദീപക് ധൻകർ രാജിവെച്ചിട്ട് പോയതുപോലെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതായ BJPയുടെ തന്നെ നേതാവായ ദീപക് ധൻകർ അങ്ങനെ പൊടുന്നനെ അദ്ദേഹത്തിന് മിഡ് ടേമിൽ വെച്ചിട്ട് അദ്ദേഹം ഈ ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ച് പോകേണ്ടി വന്ന പിന്നെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായല്ലോ. അതുപോലെ ഇവിടെ സംഭവിച്ചൊരു കാര്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജിവെച്ച് പോയപ്പോൾ ചർച്ചകളിൽ വന്നിരുന്ന ഇതുപോലെ ചർച്ചകൾ BJP നേതാക്കൾ പറഞ്ഞ അദ്ദേഹത്തിന്റെ ആരോഗ്യകരമായ പ്രശ്നങ്ങൾ കൊണ്ടാണ് രാജിവെച്ച് പോയതെന്ന്. ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല എന്നുള്ളത് വെദർ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടി ഓഫ് ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് ടു ഇൻക്ലൂഡ് ദ വോട്ടേഴ്സ് ഓർ ടു എക്സ്ക്ലൂഡ് ദ വോട്ടേഴ്സ്. അതേ ഉള്ളൂ. സാധാരണ വക്കീലന്മാരൊക്കെ ചോദിക്കുന്നത് മാത്രമല്ല, ഇത് പൊതുജനങ്ങളും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ചോദ്യങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് സ്പെഷ്യൽ എഡിഷനിലേക്ക് വീണ്ടും ഷാബു, ഇതിനകത്ത് കേരളത്തിലും SIR നടപ്പിലാക്കണമെന്ന് BJPക്കാർ ദേശീയ തലത്തിൽ തന്നെ വലിയ മുറവിളി കൂട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അശ്വിനി ഉപാധ്യായൊക്കെ നേരത്തെ കേരളത്തിലാണ് SIR ആദ്യം വേണ്ടതെന്ന് അഭിപ്രായം പങ്കുവെക്കുകയും അതിൻ്റെ പേരിൽ കോടതിയിൽ പോവുകയും ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ കേരളത്തിൽ SIR നടപ്പിലാക്കി കുറേ ആൾക്കാരെ, കുറേ പേരുകളെ പുറത്താക്കാനുണ്ട്. അത് ചെറിയ നമ്പറൊന്നും ആയിരിക്കില്ല എന്ന് വിചാരിക്കുന്നുവോ താങ്കളും? ഞാൻ ഇവിടെ ബഹുമാനപ്പെട്ട ഷാഫി ചാലിയും പറഞ്ഞ ചില പരാമർശങ്ങളോടൊന്ന് പ്രതികരിച്ചോട്ടെ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള എൻ്റെ അടുത്ത സുഹൃത്താണ്, ഞങ്ങൾ ഒരുപാട് സംസാരിക്കാറുണ്ട്. പലപ്പോഴും വളരെ ഉൽപ്പതിഷ്ണുമായ ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കണക്കാക്കിയിരുന്നത്. പക്ഷേ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഫലം ഇങ്ങനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് സമനില നഷ്ടപ്പെട്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. ഭരണഘടന ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ്, അല്ലാതെ ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അല്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ശരി, ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ഒരു നിലപാട് പോട്ടെ. ഇനിയിപ്പം താങ്കൾ ഇവിടെ പറഞ്ഞ അദ്ദേഹത്തിന്റെ 2ാം പകുതിയിലെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചു. കറക്റ്റ്, ഓരോ രാഷ്ട്രീയ പാർട്ടിയും ചെയ്യേണ്ട കാര്യമാണത്. നന്നായി
മുസ്ലിം ലീഗ് അത് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് BLO വരുമ്പോൾ ഫോം പൂരിപ്പിച്ചു കൊടുക്കുന്നു, കയ്യിലുള്ള എല്ലാ അവൈലബിൾ ടെക്നോളജി ഉപയോഗിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, ഇതെല്ലാം ചെയ്യണമെന്നേ. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജാഗരൂകരായി തന്നെ ഇതിന്റെ ഓരോ പ്രോസസ്സിലൂടെയും കടന്നു പോകണം. അങ്ങനെ പോകും എന്നുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്യും എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഭയപ്പെടുന്നത് നിഷാദെ? ഇത്ര ഇതായിട്ട് നടക്കുമ്പോൾ ഇവിടെ CPM അതിനുള്ള മെഷീനറി ഉണ്ട്, നല്ല ശക്തമായ സംഘടനാ സംവിധാനം അവർക്കുണ്ട്, ബൂത്ത് തലത്തിൽ വരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്, BJPക്ക് ഉണ്ട്, മുസ്ലിം ലീഗിനുണ്ട്. വളരെ മാതൃകാപരമായ ഒരു സിസ്റ്റമാണ് ശ്രീ ബഹുമാനപ്പെട്ട ഷാഫി ചാലിയോട് പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ചെയ്യുമെങ്കിൽ നമുക്ക് എന്തിനാണ് പേടിക്കുന്നത്? ആരെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? ഇത്രമാത്രം പ്രശ്നങ്ങളുള്ളൊരു കാര്യമാണോ ഇത്? അപ്പൊ ഇത് ഭയപ്പെടുന്നുണ്ടെങ്കിൽ, ഇതെന്തോ പ്രശ്നമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നഷ്ടപ്പെടാൻ നിങ്ങൾക്ക് പലതും ഉണ്ട്. ഈ പ്രോസസ്സ് കൃത്യമായിട്ട് നടന്നാൽ പലതും എൻ്റെ പോക്കറ്റിൽ നിന്ന് പലതും ചോർന്നു പോകും എന്ന് പേടിയുള്ളവർക്ക് മാത്രമേ ഇതിനെ എതിർക്കേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഇത് നടക്കട്ടെ, ഒരു ഡ്യൂ പ്രോസസ്സായിട്ട് ഇത് നടക്കട്ടെ. പിന്നെ ശ്രീ സമ്പത്ത് പറഞ്ഞ 2002 എന്തുകൊണ്ടാണ് എടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ അവസാനം SIR എന്ന് പറയുന്ന ഏർപ്പാട് ആദ്യമായിട്ട് ഈ രാജ്യത്ത് നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇപ്പൊ പൊട്ടിമുളച്ച് വന്ന ഏർപ്പാടല്ല. ഈ രാജ്യത്ത് ഇതിനു മുമ്പ് SIR നടന്നിട്ടുണ്ട്. അവസാനം SIR നടന്നത് 2002 അതുകൊണ്ടാണ് ആ സമയത്തെ വോട്ടർ പട്ടിക എടുക്കുന്നത്. അത് അതിനുശേഷം നടക്കേണ്ടതല്ലായിരുന്നു? തീർച്ചയായിട്ടും നടക്കേണ്ടതായിരുന്നു. പീരിയോഡിക്കലായിട്ട് തന്നെ 5 വർഷം കൂടി ഇരിക്കുമ്പോഴൊക്കെ നടക്കേണ്ടതായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി നടന്നില്ല. അതുകൊണ്ട് ആ സമയത്തെ ഡേറ്റ എടുത്തു. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. ഇത് പ്രിയപ്പെട്ട സമ്പത്തിന്, അദ്ദേഹം ദീർഘകാലം പാർലമെന്റേറിയനും വളരെ പരിചയസമ്പന്നനായ രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിനൊന്നും അറിയാൻ വയ്യാനിട്ടല്ല എന്ന് ഞാൻ കരുതുന്നില്ല. പ്രോസസ്സുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന എല്ലാ ആക്ഷേപങ്ങളെയും തള്ളിക്കളയുകയാണ്. പ്രോസസ്സിനെ മാത്രം കണ്ടാൽ മതി, ആക്ഷേപങ്ങൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് താങ്കളുടെ ഒരു ലൈൻ. അതാണ് ഷാഫി ചാലിയം സ്ഥിരം സംഗതിയാണ്. ഇതിപ്പം ഷാബു പ്രസാദിനോട് ED അതിക്രിയയാണല്ലോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും ED ഭയപ്പെടേണ്ടത് അഴിമതിക്കാർ മാത്രമാണ്, അല്ലാത്തവർ ഭയപ്പെടേണ്ടതില്ല എന്നാണ്. അതുപോലെ SIR വരുന്ന ഘട്ടത്തിലും ഭയപ്പെടാനുള്ളവർ, കള്ളവോട്ട് കൊണ്ട് നടക്കുന്നവർ, അവർ പേടിച്ചാൽ പോരെ, അല്ലാത്തവർ ഇതിനെ പേടിക്കുന്നുള്ള വളരെ നിഷ്കളങ്ക രൂപത്തിലുള്ള ചോദ്യമാണ് ഷാബു മുന്നോട്ട് വെക്കുന്നത്. ഞാൻ ചോദിച്ചല്ലോ, ഇവിടെ എത്ര കാലം കോൺഗ്രസ് ഭരിച്ചു? ഇനി BJP എന്ന പാർട്ടിയെ മാറ്റി നിർത്തുക. BJPയുടെ തലപ്പത്ത് ഈ നരേന്ദ്രമോദിയേക്കാളും വളരെ സുപ്രസിദ്ധനായ വാജ്പേയി പോലുള്ള ആളുകൾ 3 തവണ ഇരുന്നില്ലേ? വാജ്പേയിക്ക് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിഷ്പക്ഷനായി തിരഞ്ഞെടുക്കുന്ന ഒരാളാവണം എന്നുള്ള കാര്യത്തിൽ നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. അവിടെ കൈവെക്കാൻ സമ്മതിച്ചിട്ടില്ല. നിങ്ങൾ എന്തൊരു ധൈര്യമാണ്! ലോകത്തിലെ വലിയ പത്രങ്ങൾ, വാഷിംഗ്ടൺ ടൈംസ്, അതുപോലെ തന്നെ ഷാഫി ഒരൊറ്റ സെക്കൻഡ് ഷാബുവിനൊരു ഒബ്ജക്ഷൻ. തീർച്ചയായിട്ടും. അതായത് ബഹുമാനപ്പെട്ട ഷാഫി ചാലിയം 1980 മുതൽ ഇവിടെ ഇലക്ഷൻ കമ്മീഷണർമാരെ എങ്ങനെയായിരുന്നു നിയോഗിച്ചുകൊണ്ടിരുന്നത്? ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് ആയിരുന്നു ഇലക്ഷൻ കമ്മീഷണർമാരെ നിയമിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ അങ്ങനെ നിയമിച്ച ഒരു ഇലക്ഷൻ കമ്മീഷണർ ഗില്ല്, അദ്ദേഹം റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് കോൺഗ്രസിന്റെ മന്ത്രിയായി. അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്താണ് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതികളിലൊന്നും അദ്ദേഹം സ്പോർട്സ് മന്ത്രിയായിരിക്കുമ്പോഴാണ് നടന്നത്. ഈ അടുത്ത കാലം വരെ കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇലക്ഷൻ, അല്ലാതെ ഈ കമ്മിറ്റി അല്ല. ഈ സംഭവം, ഇതിനെ തെരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള ഇലക്ഷൻ കമ്മീഷണറെ എങ്ങനെ നിയോഗിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള ഇഷ്യൂ കോടതിയിലെത്തിയപ്പോൾ സുപ്രീം കോടതി ഒരു താൽക്കാലിക സംവിധാനം ഉണ്ടാക്കി. പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഒരു ഇന്റർവ്യൂമാണത്. നിങ്ങൾ നിയമം ഉണ്ടാക്കൂ, ഇത് എങ്ങനെ വേണം എന്നുള്ളതിനെ പറ്റി, അതുവരെ ഇത് തുടരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നിയമം ഉണ്ടാക്കിയത് പ്രധാനമന്ത്രി, സീനിയർ ക്യാബിനറ്റ് മിനിസ്റ്റർ, പ്രതിപക്ഷ നേതാവ്. അല്ലാതെ ഈ ഇഷ്യൂ കൊണ്ട് ആൾക്കാർ സുപ്രീം കോടതി ചെന്ന് സുപ്രീം കോടതി ജഡ്ജിയെ എടുത്ത് കളഞ്ഞ് എന്ന് പറഞ്ഞിട്ട് ചെന്നു. സുപ്രീം കോടതി മൈൻഡ് ചെയ്തത് സുപ്രീം കോടതി ജഡ്ജിയെ മാറ്റിയ നിയമത്തിനെതിരെ കോടതി ചെന്നിട്ട് സുപ്രീം കോടതി പോലും മൈൻഡ് ചെയ്തു. പക്ഷെ നോക്ക്, ബീഹാറിലെ SIR-മായി ബന്ധപ്പെടുത്തി സുപ്രീം കോടതി പോയല്ലോ. അപ്പൊ സുപ്രീം കോടതി ചോദിച്ചൊരു ചോദ്യം, ആധാർ പോലും പരിഗണിക്കില്ല എന്നോ വോട്ടവകാശം നോക്കാൻ? അതെന്ത് ഏർപ്പാടാണെന്നാണ് സുപ്രീം കോടതി ചോദിച്ചത്. വേറൊരു കാര്യം ചോദിച്ചു, എന്താണ് തിരക്ക് പിടിച്ച് ഇപ്പൊ ബീഹാറിൽ മാത്രം നടത്തുന്നത്, എന്താണ് ഇപ്പൊ നടത്തുന്നത് ഈ ഇലക്ഷന് തൊട്ടു മുമ്പ് എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് സമയം ഉണ്ടായിരുന്നല്ലോ എന്ന്.
ആ ചോദ്യങ്ങളെ ഒന്നും താങ്കൾ എടുക്കുന്നില്ല. എന്നിട്ട് കോടതി ഒരു കാര്യം ചെയ്തു, ആധാർ ഉൾപ്പെടുത്തണം എന്ന് നിർദ്ദേശിച്ചു. ഇല്ലേ ഇപ്പൊ കേരളത്തിൽ പോലും ആധാർ പറ്റില്ലാതെ വന്നേനെ. നിഷാദെ സുപ്രീം കോടതി എന്ത് പറഞ്ഞാലും എന്ത് നിലപാടെടുത്താലും ഇപ്പം ഈ പറഞ്ഞ നിലപാട് അംഗീകരിച്ചുകൊണ്ട് SIR വേണ്ട എന്ന് സുപ്രീം കോടതി വിധിച്ചിരുന്നെങ്കിൽ അത് തന്നെ നടക്കുകയുള്ളൂ ഈ രാജ്യത്ത്. അതാണ് സുപ്രീം കോടതി അൾട്ടിമേറ്റ് ആണ്. സുപ്രീം കോടതി പറഞ്ഞു ആധാർ വെക്കണം, ആധാർ വേണം, വെച്ചു. ഇനി സുപ്രീം കോടതി അതല്ല പറയുന്നത്, ഈ SIR എന്ന് പറയുന്ന ഏർപ്പാടേ വേണ്ട, അത് ഇതങ്ങ് സ്റ്റേ ചെയ്താൽ അതായത് ഈ രാജ്യത്ത് നടക്കുള്ളൂ. അതിനുള്ള പോസിബിലിറ്റി നിങ്ങൾക്ക് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള അവസരമുണ്ട്. ആ പോസിബിലിറ്റി ഉപയോഗിക്കൂ. നിങ്ങളുടെ മുമ്പിൽ ഇഷ്ടം പോലെ കിടക്കുകയാണ്. ആ അവസരങ്ങൾ ഉപയോഗിക്കുന്നത് തമിഴ്നാട്. ഷാഫി അല്ല, അതായത് പിന്നെ സാബു പ്രസാദ് ഇവിടെ പറഞ്ഞല്ലോ. സാബു പ്രസാദിന് തോന്നുന്നുണ്ടോ സുപ്രീം കോടതി ജഡ്ജ്, പ്രൈം മിനിസ്റ്റർ, പ്രതിപക്ഷ നേതാവ്, അതിൽ നിന്ന് സുപ്രീം കോടതി ജഡ്ജിയെ ഒഴിവാക്കി തൻ്റെ കീഴിലുള്ള ഒരു ക്യാബിനറ്റ് റാങ്കിലുള്ള മന്ത്രിയെ വെച്ചാൽ അവിടെ 3-2 എവിടെ നിൽക്കുന്നു? സ്വാഭാവികമായി അങ്ങനെയല്ല ഉണ്ടാകുക. ഇനി അത് സുപ്രീം കോടതിയിൽ അതിനെതിരെ പോയി. ഏത് ഘട്ടത്തിലാണ് പോയത്? അല്ല, ഞാൻ പറഞ്ഞു തീരട്ടെ. ഏത് ഘട്ടത്തിലാണ് പോകുന്നത്? നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാന ലാപ്പിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആ ഘട്ടത്തിൽ സുപ്രീം കോടതിയെ ജഡ്ജിയെ ഒഴിവാക്കിയ നടപടിയിൽ ഞങ്ങൾക്ക് ഇടപെടാനാവില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞതാണ്. അതായത് മനസ്സിലാക്കണം. ആ ഘട്ടം നോക്കണം. സമയത്തിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട് ഇതിന്. കാരണം രാജ്യം മുഴുവനും ഒരു ഇലക്ഷൻ പ്രോസസ്സ് അതിൻ്റെ പറയട്ടെ സാബു ചേട്ടാ, ഞാൻ പറയട്ടെ. അതായത് ഇലക്ഷൻ പ്രോസസ്സ് അതിൻ്റെ ഏറ്റവും ഫൈനൽ ഘട്ടത്തിൽ ഷെഡ്യൂൾ ചെയ്യപ്പെട്ട ഒരു സമയത്താണ് ഇത് സംഭവിക്കുന്നത്. ആ സന്ദർഭം അതായത് ഞങ്ങൾ ഇടപെടുന്നില്ല എന്ന് ആണ് അന്നത്തെ സുപ്രീം കോടതിയുടെ പിന്നെ കമന്റ് ഉണ്ടായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അതൊക്കെ പോട്ടെ, ഇവിടെ ഇലക്ഷൻ കമ്മീഷനോട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചല്ലോ. ആ ചോദ്യത്തിന് ഇലക്ഷൻ കമ്മീഷൻ അത് കഴിഞ്ഞ് ഭാരതപ്പുഴയിലൂടെ വെള്ളം ഒരുപാട് ഒഴുകിപ്പോയി. വീണ്ടും ഇതൊക്കെ ചെയ്യാം. അവസരമുണ്ട്. സാബു പ്രസാദ്, നിങ്ങൾ ഇതിനൊക്കെ ന്യായീകരിക്കാൻ ബാധ്യതപ്പെട്ട ആളെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞങ്ങളൊക്കെ, ഞാനും സഖാവ് സമ്പത്തൊക്കെ കൊണ്ട് സംസാരിച്ചാൽ അതിലൊക്കെ എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ തന്നെ അത് ശരിയെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. അങ്ങനെയൊന്നും പറയല്ലേ. അല്ല, അതിന്റെ പ്രോസസ്സിലുള്ള വിശ്വാസ്യതാ പ്രശ്നത്തെ ഉന്നയിക്കുകയാണ്. ഞാൻ ഒന്ന് പൊക്കോട്ടെ. ശരി, ഷാഫി പൂർത്തിയാക്കിയെങ്കിൽ ഞാൻ ഒന്ന് അപ്പുറത്തേക്ക് പോട്ടെ. അങ്ങനെയല്ല. നമ്മള് ഒരു മിനിറ്റ്. സാബു പ്രസാദുമായുള്ള ചർച്ച വളരെ ആരോഗ്യപരമായ ചർച്ചകളാണ് നടത്താറ്. സാധാരണ ഏതെങ്കിലും സംഘികളെ പോലെ ഒരു പെരുമാറുന്ന ആളല്ല താങ്കൾ. പക്ഷെ താങ്കളോട് എനിക്കിവിടെ ഞാൻ നേരത്തെ ഇതിൽ സമ്പത്ത് സഖാവ് നേരത്തെ എന്താ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. നമ്മൾ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ഇവിടെ പറഞ്ഞല്ലോ. ഇപ്പോൾ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇവിടെ പറഞ്ഞല്ലോ. ജില്ലാ കളക്ടർമാർ അവസാന സമയത്ത് എടുക്കുന്ന ഡിസിഷൻ രീതികളെ അവതാരകനും പറഞ്ഞു, ഞാനും പറഞ്ഞു. അപ്പം സ്വാഭാവികമായും നിങ്ങളെ താല്പര്യങ്ങൾ എങ്ങനെ വളഞ്ഞ വഴിയിൽ നിങ്ങൾ ഈ രാജ്യത്ത് നിർമ്മിച്ചെടുക്കുന്നു എന്നത് ഈ ലോകത്തിലെ പ്രേക്ഷകർ, നമ്മളൊക്കെ പ്രേക്ഷകരിങ്ങനെ മനസ്സിലാക്കേണ്ടത്. നമ്മളെ മുമ്പിൽ എന്തൊക്കെ പറഞ്ഞാൽ പ്രേക്ഷകർക്ക് ഇത് മനസ്സിലാവുമല്ലോ സംഗതി എന്താണെന്നുള്ളത്. അപ്പം അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ് ഈ വോട്ടർ പട്ടികയിൽ കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കുന്നത്. കാരണം നമ്മൾ ഒബ്ജക്റ്റ് ചെയ്തിട്ടും ഒക്കെ ഉണ്ട്. ആ ടൈമിൽ നിങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ ശരിയാണ്. മരിച്ചുപോയ ധാരാളം ആളുകൾ വന്ന് വോട്ട് ചെയ്യുന്ന സ്ഥലമാണ് കണ്ണൂർ. നമുക്കത് അനുഭവമുണ്ട്, ഞങ്ങളത് അനുഭവിച്ചതാണ്. മാത്രമല്ല, ഇതിനേക്കാളും വലിയ വിഷയം ഇവിടെ ചർച്ച ചെയ്യാനുണ്ട്. ഇവിടെ കേരളത്തിലും ഉത്തരേന്ത്യയിലെ പോലെ ബീഹാറിലെ പോലെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? വോട്ടർ പട്ടികയിൽ നിന്ന് കൂട്ടത്തോടെ ഒഴിവാക്കുന്നില്ല എന്നുള്ളൂ. പക്ഷെ ഒരു പ്രത്യേക സമുദായത്തിന് 3000-4000 പേരെ പഞ്ചായത്തിലും 12,000 തൊട്ട് 17,000 പേരെ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലൊക്കെ ഒരു പ്രത്യേക സമുദായത്തെ നിശ്ചിത വാർഡുകളിലേക്ക് ചുരുക്കുന്നു. എന്നാൽ 500-600 വോട്ടായിട്ട് തൊട്ടടുത്ത വാർഡ്, അത് മനസ്സിലാക്കണം. അതേമാതിരി 2000-3000 വാർഡ് കോഴിക്കോട് കോർപ്പറേഷന്റെ, തിരുവനന്തപുരം ഒക്കെ കണ്ടറിയാം. അപ്പോൾ വളരെ ആസൂത്രിതമായ പരിപാടി അതിനകത്ത് പലതരത്തിൽ നടക്കുന്നുണ്ടെന്നാണ്. സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. താങ്ക് യു. സമ്പത്ത്, ഒറ്റ ചോദ്യം, എനിക്ക് 1 മിനിറ്റ് താഴെ സമയമുള്ളൂ, കുറച്ച് ഞാൻ എക്സീഡാണ്. ഞാൻ ചോദിക്കുന്നത്, CPM വിചാരിക്കുന്നുണ്ടോ വ്യാപകമായി വോട്ട് പോകാൻ പോവുകയാണെന്ന്? ഞാൻ നിഷാദിനോട് ഇപ്പോൾ ഈ നമ്മുടെ മീഡിയ വണ്ണിലൊക്കെ ഈ ഇത്തരം ചർച്ച വരുമ്പോൾ സാധാരണ പോസ്റ്ററിൽ താങ്കൾ ഉൾപ്പെടെയുള്ള
ഈ ആങ്കർമാരുടെ പേരുകളും അല്ലെങ്കിൽ ഫോട്ടോയോ വരാറുള്ളൂ. ഞങ്ങളുടെ ആരുടെയും ഫോട്ടോയൊന്നും അതിൽ വരാറില്ല ആര് ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഇത് ദൂരദർശനിൽ ഞാൻ പങ്കെടുത്ത ഒരു ചർച്ചയാണ്. ദൂരദർശനിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമാണല്ലോ ഈ ദൂരദർശൻ പ്രവർത്തിക്കുന്നത്. ദൂരദർശനിൽ രാജ്യത്താകമാനം SIR നടപ്പാക്കുമ്പോൾ എന്നുള്ളതാണ്. ഈ ചിത്രം ഒന്ന് നോക്കിയേ, സൂക്ഷിച്ചൊന്ന് സൂം ചെയ്ത് നിങ്ങളുടെ ക്യാമറമാൻ തന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള ശ്രീ ജ്ഞാനേഷ് കുമാറിന്റെ ചിത്രമുണ്ട്. ഇവിടെ വലതുവശത്ത് അദ്ദേഹം കോട്ട് ടൈയൊക്കെ കെട്ടിയിരിപ്പുണ്ട്. ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ ചിത്രം താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഇടത്തേറ്റത്തൊരു മനുഷ്യന്റെ പടമുണ്ട്. ഇന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി BJP നേതാവായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിയുടെ പടമാണല്ലേ. ആർക്ക് വേണ്ടിയാണ് നടപ്പാക്കുന്നത്? ഇവിടെ എന്താണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു വിഷയത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അല്ല ഒരു BJP നേതാവിന് എന്താ ഇവിടെ കാര്യം? അപ്പോൾ SIR രാജ്യത്താകമാണ് നടപ്പാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടി എന്നുള്ളതാണ്. ഫോർ ഹൂം ദിസ് SIR ആൻഡ് സർ ഇലക്ഷൻ കമ്മീഷന്റെ സർ ആരാണ് സർ എന്ന് ജോൺ ബ്രിട്ടാസ് MP ചോദിച്ചത്. ഇതാണ് ഇവിടുത്തെ വിഷയം. ശരി, ആ പദ്ധതിയിലാകെ രാഷ്ട്രീയ താല്പര്യം ഒളിച്ചിരിക്കുന്നുണ്ടോ എന്ന സംശയം ബഹുഭൂരിപക്ഷം കക്ഷികൾ ഉന്നയിക്കുന്ന ഗുരുതരമായ വിശ്വാസ പ്രശ്നത്തെയാണ് വീണ്ടും നാം കാണുന്നത്. ഇവിടെ അവസാനിപ്പിക്കാൻ നിർബന്ധരാകുന്നു. താങ്ക് യു ശ്രീ A. സമ്പത്ത്, ഷാബു പ്രസാദ്, ഷാഫി ചാലിയം ഈ ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന് ഇവിടെ വില കൂടി.